സുബ്ഹാനഹു തആല മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഓ ജിബ്രീൽ, ഞാൻ ഇന്ന മനുഷ്യനെ ഇഷ്ടപ്പെടുന്നു ജിബ്രീൽ എന്ന് പറയുകയാണ്. അങ്ങനെ അതാ ജിബ്രീൽ അലൈഹിസ്സലാം ആ മനുഷ്യനെ ഇഷ്ടപ്പെടുകയാണ്. അങ്ങനെ അതാ അവിടെ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വാനലോകത്തിലുള്ള മലക്കുകളോട് പറയുകയാണ്, ഓ മലക്കുകളെ, അല്ലാഹു സുബ്ഹാനഹു തആല ഇന്ന മനുഷ്യനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഞാനും ആ മനുഷ്യനെ ഇഷ്ടപ്പെടുന്നു, നിങ്ങളും ആ മനുഷ്യനെ ഇഷ്ടപ്പെടണമെന്ന് പറയുകയാണ്. അങ്ങനെ എല്ലാ മലക്കുകളും ആ മനുഷ്യനെ ഇഷ്ടപ്പെടുമ്പോൾ ആ കാരണത്താൽ ഭൂലോകത്തിലുള്ള എല്ലാ സകലമാന സൃഷ്ടികളും ആ മനുഷ്യനെ ഇഷ്ടപ്പെടുകയാണ്, ബഹുമാനിക്കുകയാണ്. എന്തേ കാരണം? അള്ളാഹു ആ മനുഷ്യനെ ആദരിച്ചു, അള്ളാഹു ആ മനുഷ്യനെ സ്നേഹിച്ചു. ആ ഒരൊറ്റ കാരണത്താൽ എല്ലാ ജീവജാലങ്ങളും ആ മനുഷ്യനെ ഇഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞങ്ങളെല്ലാവരും അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കണം. ഇതിലേക്ക് അള്ളാഹു എത്ര വലിയ കരുണാമയനാണെന്നറിയുമോ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? അതാ അള്ളാഹു സുബ്ഹാനഹു തആല പറയുകയാണ് മലക്കുകളോട്, ഞങ്ങൾ നന്മ തിന്മകൾ എഴുതുന്ന മലക്കുകളോട് പറയുകയാണ്. അവിടുന്ന് നന്മ എഴുതുന്ന മലക്കുകളോട് പറയുന്നു, ആ മനുഷ്യൻ നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അവൻ്റെ പേരിൽ ഒരു നന്മ എഴുതണം, അത് ചെയ്താലോ അതിന് 10 നന്മകൾ എഴുതണം, 10 പ്രതിഫലം കൊടുക്കണം. മറിച്ച് ഒരാൾ തിന്മ ചെയ്താൽ ഉദ്ദേശിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, തിന്മയെ രേഖപ്പെടുത്തുന്ന മലക്കുകളോട് പറയുകയാണ്, ഓ മലക്കുകളെ, പെട്ടെന്ന് രേഖപ്പെടുത്തല്ലേ, ഒരല്പം കഴിയട്ടെ, കാരണം അവനെങ്ങാനും തൗബ ചെയ്ത് എന്നിലേക്ക് മടങ്ങിയാലോ. എത്ര വലിയ കരുണാമയനാണ് അല്ലാഹു സുബ്ഹാനഹു തആല. അങ്ങനെ അതാ മലക്കുകൾ കാത്തു നിൽക്കുകയാണ്, അവൻ തെറ്റ് ചെയ്തിട്ട് അവൻ തൗബ ചെയ്യുന്നുണ്ടോ എന്നറിയാൻ. അങ്ങനെ അവൻ ആരെങ്കിലും തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചു, പക്ഷേ അവൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, അവൻ തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചു പക്ഷെ അവൻ ആ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അവനിക്ക് കുറ്റമില്ല. പക്ഷേ തെറ്റ് ചെയ്താലോ ഒരൊറ്റ തെറ്റ് ചെയ്തതിൻ്റെ കുറ്റം, പക്ഷേ മറിച്ച് ഒരു നന്മ ചെയ്താൽ 10 നന്മ ചെയ്തതിൻ്റെ പ്രതിഫലമാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു എത്ര വലിയ കരുണാമയനാണ്. വീണ്ടും അതാ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഓ ജിബ്രീൽ, ഞാൻ ഇന്ന മനുഷ്യനെ വെറുക്കുന്നു ജിബ്രീൽ, നിങ്ങളും ആ മനുഷ്യനെ വെറുക്കണമെന്ന് പറയുകയാണ്. അങ്ങനെ അതാ ജിബ്രീൽ അലൈഹിസ്സലാം ആ മനുഷ്യനെ വെറുക്കുകയാണ്. പിന്നീട് അതാ വാനലോകത്തിലുള്ള മലക്കുകളോട് പറയുകയാണ്, അള്ളാഹു ഇന്ന വ്യക്തിയെ വെറുത്തിട്ടുണ്ട്, ഞാനും വെറുത്തു, അതുപോലെ തന്നെ നിങ്ങളും ആ മനുഷ്യനെ വെറുക്കണമെന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ കാരണത്താൽ ഭൂലോകത്തിലുള്ള എല്ലാവരും ആ മനുഷ്യനെ വെറുക്കുകയാണ്. അങ്ങനെ ആ വെറുക്കുന്ന കാരണത്താൽ ആ മനുഷ്യനിക്ക് ഈ ഭൂലോകത്തിൽ ഒരുപാട് നാശമുണ്ടാവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കാൻ ഞങ്ങൾ ശ്രമിക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു യുദ്ധത്തിൽ ഒരു നേതാവിനെ നിയോഗിക്കുകയാണ്. ആ യുദ്ധം നയിക്കുന്ന ഒരു നേതാവിനെ നിയോഗിച്ചു. അങ്ങനെ ആ യുദ്ധസംഘത്തെ അയച്ചു. അങ്ങനെ ആ യുദ്ധത്തിൽ അയച്ച ആ നേതാവും ആ സ്നേഹിതരും കൂടി നിസ്കരിക്കുമ്പോൾ ആ യുദ്ധത്തിന് പോയി വരുന്ന എല്ലാ നിസ്കാരത്തിലും ആ മനുഷ്യനതാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് എന്ന സൂറത്ത് പാരായണം ചെയ്യുകയാണ്. അങ്ങനെ അത് തന്നെ പാരായണം ചെയ്തപ്പോൾ അവർ യാത്ര ചെയ്ത് തിരിച്ചു വരുമ്പോൾ അവിടെ നിന്നതാ സ്നേഹിതർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നിട്ട് ഈ കാര്യം ഉണർത്തുകയാണ്. അല്ലയോ പ്രവാചകനെ, ഞങ്ങളിലേക്ക് ഒരു നേതാവിനെ നിയോഗിച്ചല്ലോ, ആ നേതാവ് എല്ലാ നിസ്കാരത്തിനും ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് എന്ന സൂറത്ത് മാത്രമാണ് ഓതുന്നതെന്ന് പറഞ്ഞപ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾ ആ വ്യക്തിയുടെ അടുക്കൽ, അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയി ചോദിക്കണം, എന്തുകൊണ്ടാണ് അങ്ങ് ഇങ്ങനെ ആ സൂറത്ത് മാത്രം ഓതിയതെന്ന് ചോദിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതാ ആ സ്വഹാബാക്കൾ ആ മനുഷ്യരുടെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയി ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് അങ്ങ് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് എന്ന് പറയുന്ന ആ ഒരു സൂറത്ത് ഓതാൻ കാരണം? അതാ സ്വഹാബി പറയുകയാണ്, അല്ലാഹുവിൻ്റെ വിശേഷണങ്ങൾ എടുത്തുദ്ധരിക്കുന്ന സൂറത്താണല്ലോ, ആ സൂറത്തിനെ എന്നും എനിക്ക് പതിവാക്കാൻ വളരെ ഇഷ്ടമാണ്, അള്ളാഹുവിനെ എന്നും സ്മരിക്കാൻ എനിക്കിഷ്ടമാണെന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളോട് പറയുകയാണ്, ഓ സ്വഹാബാ, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ അരികിൽ പോയി പറയണം, നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുന്ന കാരണത്താൽ, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന കാരണത്താൽ അള്ളാഹു നിങ്ങളെയും ഇഷ്ടപ്പെടുന്നു എന്ന്. നിങ്ങളെ ഞങ്ങൾ ചിന്തിക്കണം, ആലോചിക്കണം. ഞങ്ങൾ അള്ളാഹുവിനെ ഓർത്താൽ, അള്ളാഹുവിനെ സ്മരിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ ഏറെ ഇഷ്ടപ്പെടും.
അതുകൊണ്ട് ഞങ്ങൾ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയോട് കൂടി ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.